രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സുമേഷ് ജീപ്പ് എടുക്കും. ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരേട്ടൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൽ കയറിയപ്പോൾ കൂടെ 4 പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്നും ചടപടാന്ന് ചാടി ഇറങ്ങി ശങ്കരേട്ടനോടൊപ്പം ജീപ്പിൽ കയറി. സുമേഷ് ആശങ്കയോടെ ജീപ്പ് മുന്നോട്ടെടുത്തു. എന്താ സർ ഇത്ര തിരക്കിലെവിടേക്കാ? ജീപ്പ് കൊണ്ട് മുന്നോട്ട് പോകേണ്ട ദിശ അറിയാനായി ആ പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറായി അവൻ ചോദിച്ചു. ആ പാലേരി മാർക്കറ്റിലേക്ക് ഒന്ന് വിട്. ശരി സർ. ജീപ്പ് പാലേരി മാർക്കറ്റിലെത്തിയപ്പോൾ ശങ്കരേട്ടൻ തങ്കമ്മയുടെ പൂക്കടയുടെ മുമ്പിൽ നിർത്താൻ ആവശ്യപ്പെട്ടു. ദേ ഇവിടെ ഇവിടെ. അത് കേട്ട് ജീപ്പിലുള്ള മറ്റു പോലീസുകാർ അന്തം വിട്ടു. പാലേരി മാർക്കറ്റിലെ നല്ല പേര് കേട്ട ഒരു പൂക്കടയായിരുന്നു തങ്കമ്മയുടേത്. ഈ തങ്കമ്മയും വല്ല കഞ്ചാവ് എംഡിഎമ്മയും വിൽക്കാൻ തുടങ്ങിയത്. സുമേഷ് ജീപ്പ് തങ്കമ്മയുടെ കടയുടെ തൊട്ടു മുമ്പിൽ കൊണ്ട് തന്നെ നിർത്തി. ശങ്കരേട്ടൻ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി. കൂടെ മറ്റു 4 പോലീസുകാരും. ആ സമയത്ത് കടയിൽ മറ്റുള്ളവർക്ക് പൂമാല കൈവച്ച് അളന്നുകൊടുക്കുകയായിരുന്നു തങ്കമ്മ. പെട്ടെന്ന് പോലീസ് ജീപ്പ് വന്ന് എല്ലാവരും ചാടി ഇറങ്ങുന്ന കണ്ട തങ്കമ്മ അല്പം ഭയന്ന് വേഗം സ്കെയിലെടുത്ത് അളന്നു കൊടുത്തു. എന്നിട്ട് ശങ്കരൻ നോക്കി പുഞ്ചിരിച്ചു. തങ്കമ്മേ സുഖം തന്നെയല്ലേ? അതിങ്ങെടുത്ത് സമയങ്ങളാതെ. തങ്കമ്മ ഒരു നിമിഷം കണ്ണു വീഴ്ചു. പിന്നെ എന്തോ ഓർമ്മ വന്ന പോലെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവർ ആ ബോക്സ് എടുത്ത് ശങ്കരേട്ടനെ ഏൽപ്പിച്ചു. സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞ ശങ്കരേട്ടൻ വന്നിട്ടൊരു ബൊക്കയും മാലയും ഓർഡർ ചെയ്തിരുന്നു. പേഴ്സ് തുറന്ന് ശങ്കരേട്ടൻ പറഞ്ഞുറപ്പിച്ച പണം തങ്കമ്മയുടെ നേർക്ക് നീട്ടി. വേണ്ട സർ, സാറ് പോയിക്കോ. ഓ പോലീസിന് നിന്റെ ഔദാര്യമൊന്നും വേണ്ട തങ്കമ്മേ. ഇതേ ഇന്ന് പാലേരി പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ വരുന്ന SI സുയിസാറിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി മാലയും ബൊക്കയും വാങ്ങിക്കാൻ പോലീസ് അസോസിയേഷനിൽ നിന്ന് അനുവദിച്ച കാശ. ചുമ്മാ സമയങ്ങളായത് വാങ്ങിച്ച് ഫുൾ പേയ്മെന്റ് ബില്ലുതാ. തങ്കമ്മ കാശ് വാങ്ങി ബില്ലെഴുതി കൊടുത്തപ്പോൾ ശങ്കരേട്ടനും പോലീസുകാരും സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. കൃത്യസമയത്ത് തന്നെ സുജിത്ത് SI ചാർജ് എടുക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ശങ്കരേട്ടനും മറ്റു പോലീസുകാരും മാലയിട്ട് ബൊക്കയും നൽകി സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ചു. സ്റ്റേഷനിലെ സഹപ്രവർത്തകരെയൊക്കെ സുജിത്ത് SI പരിചയപ്പെട്ടു. അന്ന് വൈകിട്ടായപ്പോൾ സംസാരമധ്യേ ശങ്കരേട്ടൻ സുജിത്ത് SIയോടായി പറഞ്ഞു. സാർ ഇന്നാണ് ഇവിടെയുള്ള പ്രസിദ്ധമായ കുറ്റിച്ചിറ ക്ഷേത്രത്തിൽ മഹോത്സവം തുടങ്ങും. ഞാൻ അറിഞ്ഞു. സ്നേഹ വിളിച്ച് പറഞ്ഞിരുന്നു. കൊടിയേറ്റ് തൊട്ട് തീരുന്ന 6 ദിവസം വരെ നമ്മുടെ ഫുൾ ഡ്യൂട്ടി അവിടെയാണല്ലേ. ശങ്കരേട്ടൻ ഇവിടുന്ന് വേണ്ടുന്ന പോലീസുകാരെ കൂട്ടി അവിടെ ഉണ്ടാവണം. ഞാനടുക്ക് വരാം. സ്റ്റേഷൻ ഭയത്തിൽ 1 മാസം പെടുന്ന കൊലപാതകത്തിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിരിക്കും ഞാൻ, സുജിത്ത് പറഞ്ഞു. ശരി സാർ, ഞാനത് നോക്കിക്കോളാം. മിക്കപ്പോഴും എനിക്ക് തന്നെയാണ് അതിന്റെ ചുമതല ഉണ്ടാവാറ്. ഞാനൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അതിന് മറുപടിയായി ശങ്കരേട്ടനും പറഞ്ഞു. കൺമണി ചമഞ്ഞൊരുങ്ങി അവള് വീട് പൂട്ടി. നടന്നുകൊണ്ട് തൊട്ടടുത്തുള്ള സുഹൃത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞൂട്ടന്റെ വീട്ടിലെത്തി. ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായിട്ടും അവൾക്ക് കൂട്ട് നാട്ടിൽ കുഞ്ഞു കുട്ടികളാണ്. കുഞ്ഞിട്ട ഉത്സവം തുടങ്ങി 2 ദിവസമായാലോടാ, അങ്ങോട്ട് പോയില്ലേ? കൺമണി ചേച്ചി, ഞങ്ങൾ പിള്ളേർക്ക് ഉത്സവപ്പറമ്പിൽ ചന്തയിലെ കാര്യം, കാശില്ലാതെ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? ഞാൻ പോയിട്ടില്ല. കുഞ്ഞിട്ട ഒന്ന് വാടാ, നമുക്ക് ഉത്സവ ചന്തയിൽ ഒന്ന് പോയിട്ട് വരാം. കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അത് ഞാൻ വാങ്ങിച്ചു തരാം. ചുമ്മാ പൂളു. അല്ലടാ സത്യം, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരുന്ന പോലെ സ്റ്റീൽ ചെയിൻ വേണ്ടേ? വേണം. അതിന് 100 രൂപയോ വരാം. അതൊന്നും നോക്കണ്ട നീ. ഈ കൺമണി വാങ്ങിച്ചു തരാം. ഈ കൺമണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലേ വാങ്ങിച്ച് തന്നിരിക്കും. എങ്കിലും ഞാൻ വരാം, ഈ ജോലിയും തീർന്നോട്ടെ. അമ്മയ്ക്ക് 1-2 തേങ്ങ പൊതിഞ്ഞു കൊടുക്കായിരുന്നു കുഞ്ഞൂട്ടനപ്പോൾ. അപ്പുറത്തെ വീട്ടിലെ കുസൃതിക്കൊള്ളിയായ കൺമണി ചേച്ചി. ഉടായിപ്പാണ് മുഴുവൻ കയ്യിൽ. എങ്കിലും തനിക്കിന്നുവരെ കൂടെ കൂടിയിട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അല്പം കഴിഞ്ഞ് കുഞ്ഞൂട്ടനും കൺമണി ഉത്സവചന്തയിലെത്തി. നിരനിരായിരിക്കുന്ന ചാന്തുകട, മാലയും വളയും കൺമിഷി ചാന്തുപൊട്ടി കുട്ടികൾക്കുള്ള ടോയ്സുകൾ, എല്ലാം കൊണ്ടും വർണ്ണാഭമായ ഒരു കാഴ്ച. കൺമണി ഓരോ കടക്കാരെയും ശ്രദ്ധിച്ചു. അല്പം തിരക്കുള്ളൊരു കട അവൾ തിരഞ്ഞെടുത്തു. കുഞ്ഞൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റീൽ ചെയിൻ ആ കടയിലുണ്ട്. ചേട്ടാ, ഈ സ്റ്റീൽ ചെയിൻ നോക്കണല്ലോ. അയാൾ സമ്മതിച്ചു. കൺമണി കുറേ എണ്ണം കയ്യിലെടുത്ത് ഓരോന്ന് തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം അവൾ കയ്യിൽ നിന്ന് മിസ്സാക്കി. അത് താഴെ വീണു. ആരും കണ്ടില്ല. കുഞ്ഞൂട്ടിന് ആ സമയത്ത് ചില ടോയ്സൊക്കെ എടുത്തു നോക്കിയായിരുന്നു. ഇതിനെത്രയാ വില ഈ ചെയിന്? 150 രൂപ. അയ്യോ എനിക്ക് വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഇതിന് 100 ആയിരുന്നല്ലോ. അതും പറഞ്ഞപ്പോൾ മാലകൾ അവിടെ തന്നെ തൂക്കി. ശേഷം അയ്യോ ഉറുമ്പ് കടിച്ചെന്ന് പറഞ്ഞ് അവൾ കുനിഞ്ഞെന്ന് കാൽപാദം മാന്തുന്ന രൂപേണ ആ താഴെ വീണെടുക്കുന്ന മാല അവൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി കുഞ്ഞൂട്ടനെയും കൂട്ടി കടന്നു കളഞ്ഞു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ ആ മാല കുഞ്ഞൂട്ടനെ ഏൽപ്പിച്ചു. ഇതാടാ ചക്ക, എനിക്ക് ഇഷ്ടപ്പെട്ട മാല. ഹായ്, സ്റ്റീൽ ചെയിൻ വാങ്ങിച്ചായിരുന്നു അല്ലേ? വാങ്ങിച്ചു, ഞാൻ വാക്കിയെന്നല്ലേ. അങ്ങനെ അവൾ പല കടകളിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള ഓരോന്നോരോന്നായി പൊക്കി മാറ്റിക്കൊണ്ടിരുന്നു. ഒരു കാശും കൊടുക്കാതെ കൺമണി ചേച്ചിയുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ വന്ന് നിറയുന്നുണ്ട്. കുഞ്ഞൂട്ടൻ അത്ഭുതപ്പെട്ടു. പിന്നീട് 1-2 കടകൾ കയറുമ്പോൾ അവൻ കൺമണിയെ ശ്രദ്ധിച്ചു. കടക്കാരൻ കാണാതെ കൺമണി ഓരോന്ന് അടിച്ചു മാറ്റുകയാണെന്ന് അവന് മനസ്സിലായി. അന്നാദ്യമായി കാശില്ലാണ്ടും മനുഷ്യന് പലതും ലഭിക്കുമെന്ന് അവന് മനസ്സിലായി. ചേച്ചി ഒരുപാട് സാധനങ്ങൾ ആരും കാണാതെ എടുത്തല്ലോ, എനിക്ക് ഐഡിയ പറഞ്ഞു തരുമോ? അയ്യേ, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ പിടിക്കപ്പെടും. എങ്കിലും ഒരു ഉപകാരം ചെയ്യോ, എനിക്കൊരു 500 രൂപയുടെ ആരുടെയും കയ്യിൽ നിന്ന് എടുത്തു തരുമോ? അയ്യോ എൻ്റെ അമ്മേ, നീ എന്തീ പറയുന്നത്? കാശൊന്നും എടുക്കാൻ പറ്റില്ല. ആട്ടെ,
നിനക്കിപ്പോൾ എന്തിനാ 500 രൂപ? എനിക്കൊരു പഴയ സൈക്കിൾ വാങ്ങിക്കാനോ. അപ്പുറത്തെ ശരത്തിൻ്റെ സൈക്കിൾ 500 രൂപ കൊടുത്ത് എനിക്ക് തരും, അവന് പുതിയതുണ്ട്. അപ്പോഴാണ് അവർ വൃദ്ധ കച്ചവടം ചെയ്യുന്ന കടയുടെ മുമ്പിലെത്തി. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അതും പറഞ്ഞ് കൺമണി ആ വൃദ്ധയുടെ കടക്ക് സമീപം ചെന്ന് ഓരോന്ന് എടുത്തു നോക്കുന്നതായി നടിച്ചു. അങ്ങനെ തഞ്ചത്തിൽ നിന്നു. ആ വൃദ്ധ കാശ് വിട്ടിരിക്കുന്നതിന് സമയത്തിന് എഴുന്നേറ്റ് കുറേ മാറിപ്പോയി. അവിടെ എന്തോ തിരയുകയായിരുന്ന സമയത്ത് കൺമണി അവരുടെ പണപ്പെട്ടിയിൽ കൈയിട്ടു. പെട്ടെന്ന് ചെവിലൊരു നുള്ളു കിട്ടി. അതവിടെ വെക്ക്, അയാൾ നിർദ്ദേശിച്ചു. അതും മഫ്തിയിലുള്ള സുജിത്തസയായിരുന്നു. അവൾ വേഗം നാണം കെട്ടി കയ്യിൽ കിട്ടിയ കാശ് അവിടെ തന്നെ ഇട്ടു. പക്ഷേ വൃദ്ധ അതൊന്നും അറിയാതെ അവിടെ ഏതോ ബോക്സിൽ നിന്നും സാധനങ്ങൾ എടുത്ത് ഡിസ്പ്ലേ ചെയ്യുകയായിരുന്നു. നീ ഏതാടി വച്ചേ? ഞാൻ നിന്നെ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. വളയും മാലയും പൊട്ടൊക്കെ അടിച്ചെടുത്തു, അതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഇതത്ര ശരിയല്ല, ഇത് ജീവിതം കൊണ്ട് കളയും. അത് ഞാൻ തമാശയ്ക്ക്, എൻ്റെ ചെവി പൊട്ടിയല്ലോ, എന്തൊരു നുള്ളിയത്. അവൾ സുജിത്തിനോട് ദേഷ്യപ്പെട്ടു. അവൾക്കറിയില്ലായിരുന്നു അത് ഈ സ്ഥലം SI ആണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചില്ല. കൺമണി എന്നല്ലേ നിന്റെ പേര്? ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നായിരുന്നു, നിന്റെ വീട്ടിൽ പോയിരുന്നു. അതെന്തിനാ? അതൊക്കെയുണ്ട്, പറയാം. നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. എന്തിന്? നിങ്ങൾ ആരാ? പറയൂ. കൺമണിയുടെ ഒരു ബന്ധുവാ, അതല്ലേ വീട്ടിൽ വന്ന്. അവൾക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ മരിച്ചുപോയ അപ്പച്ചന് പാലായിൽ കുറേ ബന്ധുക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ആയിരിക്കും. കൺമണി അങ്ങനെ ചിന്തിച്ച് നിന്നു. വാ കൺമണി ചേച്ചി, നമുക്ക് വീട്ടിൽ പോവാം. അപ്പോഴേക്കും കുഞ്ഞൂട്ടം വന്നു. അത് കൺമണി, നമുക്ക് വീട്ടിൽ പോവാം. അയാളും അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അനുസരിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവർ മൂവരും വീട്ടിലേക്ക് തിരിച്ചു. കൺമണി ചേച്ചി, ഞാൻ പോവാ. കുഞ്ഞൂട്ടൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. തുടർന്ന് നടന്നുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ സുജിത്ത് സത്യം തുറന്നു പറഞ്ഞു. കൺമണി, ഞാൻ ഇവിടുത്തെ SI ആണ്. നിന്റെ അപ്പച്ചൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് വന്നാ. അത് കേട്ട് കൺമണി ഞെട്ടി ഉറച്ചാകെ വിളറി വെളുത്തു. പെട്ടെന്ന് അവൾ ബോധമറ്റ അയാളുടെ കൈകളിലേക്ക് വീണു. സുജിത്ത് അവളെ എടുത്ത് വീടിനുള്ളിൽ കൊണ്ടുപോയി കിടത്തി. ശ്വാസമല്ലേ? സുജിത്ത് മൂക്കിനടുത്ത് വിരൽ കൊണ്ടുവച്ച് നോക്കി. ചെറിയ തോതിലുണ്ട്. അവൻ അവിടെയുള്ള പാത്രത്തിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു. അവൾ കണ്ണു തുറന്നു. അവൾ വേഗം ചാടി എണീറ്റിരുന്നു. അവന് ആശ്വാസമായി. പേടിക്കണ്ട കൺമണി, നിന്റെ ചന്തയിലെ പെർഫോമൻസും കുസൃത്തരമൊക്കെ ഞാനൊരു തമാശയായിട്ട് കാണുന്നുള്ളൂ. അതൊന്നുമല്ല വിഷയം. അപ്പച്ചൻ്റെ കൊലയാളി കണ്ടെത്തണ്ടേ? അതിന് ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അവൾ തലയാട്ടി. സുജിത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായി ഉത്തരം നൽകി. അവളുടെ ചെറുപ്രായത്തിൽ അമ്മ മരണപ്പെട്ടിരുന്നു. സർക്കാർ ജീവനക്കാരനായിരുന്ന അച്ഛൻ മാത്രം വളർത്തിയിരുന്ന ഒരു മോളാണ് അവൾ. അച്ഛൻ്റെ മരണശേഷം അവൾ ആ വീട്ടിൽ തനിച്ചാണ്. കഴിഞ്ഞ മാസമാണ് രാവിലെ അച്ഛനെ വീട്ടുമുറ്റത്ത് കുത്തേറ്റ മരിച്ച നിലയിൽ കാണുന്നത്. ആരാണ് ചെയ്തു പോയതെന്നൊരു തുമ്പ് കിട്ടാതെ പോലീസ് വിഷമിക്കുന്ന കേസായിരുന്നു അത്. പൊതുവെ ശത്രുക്കളാരില്ലാതിരുന്ന അയാൾക്ക് ഇങ്ങനെ മരിക്കേണ്ടി വന്ന് നാട്ടുകാർക്ക് ഒരുപാട് വിഷമവും അതിലേറെ ദുരൂഹവുമായിരുന്നു ആ സംഭവം. സുജിത്തിന്റെ അതിഗഹനമായ അന്വേഷണത്തിനുള്ളിൽ പ്രതിയെ പിടികൂടി. ആ നാട്ടിൽ തന്നെയുള്ളൊരു ചെറുപ്പക്കാരൻ. കള്ളും കഞ്ചാവുമാണ് അവന്റെ തോഴൻ. കൺമണിയുടെ അച്ഛന്റെ മരണത്തിന് 2 ദിവസം മുമ്പേ ആ ചെറുപ്പക്കാരൻ അവിടെ ഇലക്ട്രിക് ബ്രേക്കർ സ്ഥാപിക്കാൻ വന്നിരുന്നു. അവനൊരു ഇലക്ട്രീഷ്യനായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ബ്രേക്കർ സ്ഥാപിക്കാൻ വന്ന് പോകുമ്പോൾ കൺമണിയുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ ചാവിയും സ്കെച്ച് കൊണ്ടായിരുന്നു അവൻ പോയത്. 2 ദിവസം കഴിഞ്ഞ് വലിയ ഗൂഢോദ്ദേശത്തോടുകൂടി ആ രാത്രിയിൽ വരുമ്പോൾ അവന്റെ കയ്യിൽ ഡോർ തുറക്കേണ്ട ചാവി ഉണ്ടായിരുന്നു. അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ ഫ്രണ്ട് ഡോർ തുറന്ന് കൺമണിയുടെ ബെഡ്റൂമിലേക്ക് കയറി. തന്നെ കൺമണിയുടെ അപ്പച്ചൻ കണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ അവൻ റൂമിൽ നിന്ന് പുറത്തിയാടി വീടിന്റെ വെളിയിലേക്ക് കടന്നു. ഈ സമയം പിന്തുടർന്നെത്തിയ അപ്പച്ചൻ അവന് വീട്ടുമുറ്റത്തുനിന്നും പിടികൂടി. തുടർന്നുള്ള മൽപ്പിടുത്തത്തിൽ അവൻ കയ്യിൽ കയറ്റിയിരുന്ന കത്തി കൊണ്ട് അയാളെ കുത്തി കൊലപ്പെടുത്തി കടന്നുകളയായിരുന്നു. കള്ളും കഞ്ചാവുമായിരുന്നെങ്കിലും സ്ഥിരമായി ജോലിക്ക് പോയിരുന്ന ആരും സംശയിച്ചതേയില്ല. പ്രതിയെ പിടികൂടി ജയിലിലടച്ചു. അതോടുകൂടി സുജിത്ത് SIക്ക് നല്ല പേരും വിലയുമായി ആ നാട്ടിൽ. ആരുമില്ലാത്ത കൺമണി അയാൾക്ക് ഏറെ ഇഷ്ടമായി. കൺമണിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. അയാളുടെ ആഗ്രഹം കൺമണി അറിയിച്ചപ്പോൾ കൺമണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ഉത്സവ പറമ്പിലെ ചന്തയിൽ വെച്ച് തന്റെ കുസൃതി കള്ളത്തരം കണ്ടുപിടിച്ചതും വീട്ടിലേക്ക് ഒന്നിച്ച് നടന്നും പോലീസാണെന്ന് കേട്ടപ്പോൾ ബോധം പോയപ്പോൾ താങ്ങിയെടുത്ത് പരിചരിച്ചതുമെല്ലാം അവൾ ഓർത്ത് പുളകം കൊണ്ടു. തുടർന്ന് ആ നാട്ടുകാരെല്ലാവരും കൂടി അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു.